ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ട്രൂത്ത് സീക്കിംഗ് ഓർബ്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ട്രൂത്ത് സീക്കിംഗ് ഓർബ്, ഇത് എങ്ങനെയാണ് അവേക്കൻ ചെയ്യുന്നത്, ഇതിന്റെ പവേഴ്സ് ആൻഡ് വീക്ക്നെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ഹൈപ്പും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ട്രൂത്ത് സീക്കിംഗ് ഓർബ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഫോം ഓഫ് ബ്ലാക്ക് ചാക്രയാണ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നിക്കിൽ നിങ്ങൾ ടെൻഡെയിലിന്റെ ജിഞ്ചുരിക്കി ആകണം. കൂടാതെ ഹോഗറോമ ആൻഡ് ഹാമോറയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും, കാരണം ഇവർ സേജ് ഓഫ് സിക്സ് പാത്ത് ആണ്. അതുപോലെ തന്നെ ഹോഗറോമയുടെ ഇന്നൻ ഞാൻ ചാക്ര ഉണ്ടെങ്കിൽ ഒരു നോർമൽ മോർട്ടലിനും ഇത് അവൈക്കൻ ചെയ്യാൻ സാധിക്കും. ഈ ലാസ്റ്റ് 10 സെക്കൻഡ് ചാക്ര മോഡിലേക്ക് മാറിയാലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 10 സെക്കൻഡ് ചാക്ര മോഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ ലാസ്റ്റ് മൂവിയിൽ ഒട്ടുട്സുക്കി ക്ലാനിലുള്ളവർ യൂസ് ചെയ്യുന്ന ഒരു ഡോട്ട് ജിറ്റ്സു ആണ്. നമ്മുടെ ഷെറിംഗന്റെ അഡ്വാൻസ് വേർഷൻ ആണ് റെനിഗൺ. അതുപോലെ തന്നെ ബ്യാക്കുഗാന്റെ ഒരു അഡ്വാൻസ് വേർഷൻ ആണ് ഈ ഒരു 10 സെക്കൻഡ്. ഇനി ഈ ഒരു ട്രൂത്ത് സീക്കിംഗ് ഓർബ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് ഹോഗറോമ ആൻഡ് ഹാമുറ, കാരണം ഇവർ കാഗുയയുടെ മക്കളാണ്. പിന്നെ അത് കഴിഞ്ഞ് ആസുറയും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രോക്കൺ ഹീറോ ആയിട്ടുള്ള ഒബീറ്റോ ആണ്. ഒബീറ്റോ ടെൻഡെയിലിന്റെ ജിഞ്ചുരിക്കി ആയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മാതറയും ഇതുപോലെ ടെൻഡെയിലിന്റെ ജിഞ്ചുരിക്കി ആയതിനു ശേഷം ഈ ഒരു ഓർബ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നറൂട്ടോ ഉസുമാക്കി. ഇത് നറൂട്ടോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോഗറോമ അവരുടെ ചാക്ര നറൂട്ടോയ്ക്ക് കൊടുത്തത് കൊണ്ടും ബാക്കിയുണ്ടായ ടെയിൽഡ് ബീസ്റ്റിന്റെ ചാക്രയൊക്കെ നമ്മുടെ നറൂട്ടോക്ക് ഉള്ളത് കൊണ്ടുമാണ് ഈ ഒരു ഓർബ് നറൂട്ടോക്ക് യൂസ് ചെയ്യാൻ സാധിച്ചത്. ഇനി ഇതിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 എലമെന്റ്സ് ചേർന്നാണ് ഈ ഒരു ഓർബ് ക്രിയേറ്റ് ചെയ്തത്. ഇതിന്റെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടാതെ ഒരു ഡിസ്റ്റൻസ് വരെ എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യാനും സാധിക്കും. കൂടാതെ ഇത് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. കൂടാതെ വളരെ വേഗത്തിൽ ഇത് വെച്ച് അറ്റാക്ക് ചെയ്യാനും സാധിക്കും. ഇത് തന്നെയാണ് ഈ ഒരു ഓർബിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിന്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് നമ്മുടെ ടൈജുട്സു ആണ്. കാരണം മാദ്ര വേഴ്സസ് മൈറ്റ് ഗൈ എന്ന ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാദ്രക്ക് ഈ ഒരു ഓർബ് ഉണ്ടായിട്ട് പോലും മൈറ്റ് ഗൈ കുറച്ച് സമയത്തേക്ക് മാദ്രയെ പൂർണ്ണമായിട്ട് ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചു തന്നത്. പിന്നെയുള്ളത് ഗെഞ്ചിറ്റ്സു ആണ്. ഗെഞ്ചിറ്റ്സുൽ പെട്ടുപോയാലും ഈ ഒരു ഓർബിനെ കൊണ്ടുവരിക കാര്യമൊന്നുമില്ല. ഇനി ഈ ഒരു ഓർബിന്റെ ചില ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് എക്സ്പാൻഡ് ട്രൂത്ത് സീക്കിംഗ് ഓർബ്. ഇനി സെക്കൻഡ് ആണ് ഡിമിഷിംഗ് ട്രൂത്ത് സീക്കിംഗ് ഓർബ്സ്. ഇത് രണ്ടും നമ്മുടെ കാഗുയയാണ് യൂസ് ചെയ്യുന്നത്. നറൂട്ടോ സീരീസിൽ ഇത് അവൈക്കൻ ചെയ്ത ആൾക്കാർക്ക് എത്ര ബോൾ അവർ അവൈക്കൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ ഹോഗറോമോ 13 ബോൾസ് അവൈക്കൻ ചെയ്തിരുന്നു. പിന്നെയുള്ളത് ആസുര 9 ബോൾ, ഹാമുറ 13, മാദ്ര ആൻഡ് ഒബീറ്റോ ആണെങ്കിൽ 10 ബോൾസ് അവൈക്കൻ ചെയ്തിരുന്നു. ലാസ്റ്റ് നമ്മുടെ നറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാലും 9 ബോൾ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാക്കാം, എന്തുകൊണ്ടാണ് ഇന്ദ്രയും സാസുകയും ഈ ഒരു ഓർബ് അവൈക്കൻ ചെയ്യാതിരുന്നത്. ഇതിൽ ആദ്യം തന്നെ ഇന്ദ്രയെ നോക്കിക്കഴിഞ്ഞാൽ ഹോഗറോമയുടെ ഇന്നേന്റെ ഞാൻ ചാക്ര വേണം. എന്നാൽ ഹോഗറോമ തന്റെ മുഴുവൻ ചാക്ര ഇന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ദ്ര ഈ ഒരു ഓർബ് യൂസ് ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സാസ്കയെ നോക്കിക്കഴിഞ്ഞാലോ, ഹോഗറോമ ഒരു ഘട്ടത്തിൽ സാസ്കയ്ക്ക് ചാക്ര കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ഘട്ടത്തിൽ ലാസ്റ്റ് ടെയിൽഡ് ബീസ്റ്റിന്റെ ഒക്കെ എല്ലാ പവേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സാസ്കെ ഈ ഒരു ഓർബ് യൂസ് ചെയ്യുന്നില്ല? അതിന്റെ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ സാസ്കയ്ക്ക് സേജ് മോഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. സേജ് മോഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു ഓർബ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സാസ്കെ ടെൻഡെയിലിന്റെ ജിഞ്ചുരിക്കി ആകണം. അപ്പോൾ ഈ ഒരു ട്രൂത്ത് സീക്കിംഗ് ഓർബ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.